ഇന്ന് ഞാൻ മീൻ കൊണ്ടുവരാൻ മറന്നുപോയെന്നേ. ഇന്ന് ഞാൻ മീൻ കൊണ്ടുവരാൻ മറന്നുപോയി. എന്നാ ചെയ്യണേ? നീ എൻ്റെ 25,000 രൂപയുടെ TV ആ മുറി കയറി നീ താഴെയിട്ട് പൊട്ടിച്ച് കളഞ്ഞു. എന്നിട്ട് നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞില്ല കേട്ടോ. ഞാനൊന്നും ചെയ്തില്ല. 25,000 രൂപയുടെ TV എൻ്റെ പോയെ. ഞാൻ ഉറങ്ങി വെച്ച് കഥ കിടച്ചപ്പോൾ നീ കട്ടിലടി കിടന്ന് ഉറങ്ങാന്ന് ഞാൻ അറിഞ്ഞോ? നീ വെപ്രാളപ്പെട്ട് മുകളിലേക്ക് കയറുക. വെറുതെ വെച്ചിരുന്ന TV, മേശപ്പുറത്ത് വെച്ച TV താഴെ പോയി, പൊട്ടിപ്പോയില്ലേ? ഇനി ഞാൻ പുതിയത് മേടിക്കട്ടെ? ഇന്ന് ഞാൻ മീൻ കൊണ്ടുവരാൻ മറന്നുപോയി കേട്ടോ. ഞാൻ പോയി വരുമ്പം കൊണ്ടുവരാം കേട്ടോ. ആ പെണ്ണി, ഇവിടെ ഒറ്റയ്ക്കിരുന്നു കേട്ടോ. ഞാനിവിടെ ഇല്ല. ഞാനിടയ്ക്കേ വരുള്ളൂ. അന്നേരം മീനിൻ്റെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. വേറെ കണ്ടന്മാരും വന്ന് കൊച്ചുങ്ങളെ കൊണ്ടുപോകാൻ നോക്കിക്കോണം കേട്ടോ. നിൻ്റെ 3 പിള്ളേരെ കൊണ്ടുപോകാൻ നോക്കിക്കോണം കണ്ടന്മാർ കേട്ടോ. നീ സ്വസ്ഥമായിട്ടിരുന്നോ, പേടിക്കണ്ട കേട്ടോ. ഞാനിടയ്ക്കേ വരുള്ളൂ കേട്ടോ. പറഞ്ഞ കേട്ടോ. ഇനി നോക്കിക്കേ. പറഞ്ഞ കേട്ടോ. ഞാൻ മാറും കേട്ടോ. ഇവിടെ കിടന്ന് വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഒറ്റയ്ക്കേ ഉള്ളൂ. സുരക്ഷിതമായിട്ട് വീടൊക്കെ നോക്കിക്കോണം കേട്ടോ. ഞാൻ ഇടയ്ക്ക് വരും. കേട്ടോ. എന്നാൽ എന്ത് ചെയ്യാതിരിക്കാം, പോകാതിരിക്കാൻ നോക്കിയല്ലോ. നിങ്ങളെ ഉപേക്ഷിച്ച് പോകുകയല്ല കേട്ടോ. എന്നാ ചെയ്യണേ? ഓക്കെ പെണ്ണിയെ, എന്നാ പറയാനാ മക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ അമ്മയുടെ മൊലയൊക്കെ കുടിച്ച് കിടന്നോ കേട്ടോ. ഞങ്ങൾ നാളെ പോവും. നിങ്ങൾ ഒറ്റയ്ക്കാണ്. ഇപ്പോൾ എന്നാ ചെയ്യണേ? കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ്. വേറൊരു വാടക വീട്ടിൽ പോകുമ്പോൾ അവിടെ നിങ്ങളെ കൊണ്ടുപോകാൻ നിങ്ങളുടെ അയൽവക്കത്ത് പോയി പ്രശ്നം ഉണ്ടാക്കിയാൽ പിന്നെ എനിക്ക് അവിടെ ഒന്ന് പോരേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ കഴിഞ്ഞോണം. ഞാൻ വരുമ്പോൾ ഇച്ചിരി മീനൊക്കെ കൊണ്ടുവരും കേട്ടോ. കേട്ടോടി, കഴിച്ചോണം കേട്ടോ. ഇപ്പോൾ പേടിക്കണ്ട, ഒറ്റയ്ക്ക് കഴിഞ്ഞോണം. ഇടയ്ക്ക് പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ചോണം കേട്ടോ. ഇതേ എനിക്ക് പറയാനുള്ളൂ. എന്നാ ചെയ്യാനാണ്? നിങ്ങൾക്ക് ഒരു ജീവിതമൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് ജീവിതം. എന്നാ ചെയ്യാൻ? നമ്മളിങ്ങനെയൊക്കെ സന്തോഷമായിട്ട് പോകാം. അല്ല ഇപ്പോൾ എന്ത് ചെയ്യും? ഒരു മാർഗ്ഗമില്ല എനിക്ക് കൊണ്ടുപോകാൻ. അതുകൊണ്ടാണ് കേട്ടോ. പിണക്കമൊന്നും തോന്നില്ല കേട്ടോ. പെണ്ണിപ്പൂച്ചേ, ഞങ്ങൾ പോകുമ്പോൾ അയൽലോകത്ത് പോയി ഭക്ഷണം കഴിച്ചോളാം കേട്ടോ. കുഞ്ഞുങ്ങളെയൊക്കെ നോക്കണം. ആരുടെയും കട്ടൊന്നും കഴിക്കില്ല കേട്ടോ. സൂക്ഷിച്ചൊക്കെ നിന്നോണം കേട്ടോ. അവിടെ ആരും ഇവിടെ ഇല്ല. അയൽവക്കത്ത് പോയി ഭക്ഷണം ചോദിച്ച് മേടിച്ച് കഴിച്ചോണം കേട്ടോ. വഴക്കിനൊന്നും പോകല്ലോ. എന്നാ പറയാൻ, നമുക്ക് പോകാതിരിക്കാൻ നോക്കുമോ? ഞങ്ങൾ 5-6 മാസത്തിന് ഇവിടുന്ന് മാറുക കേട്ടോ. ഒരു നിവൃത്തിയില്ല കൊണ്ടുപോകാൻ. എന്നാ ചെയ്യാൻ പറ്റും? എന്നാ ചെയ്യാനാ? നീ ഇവിടെ വന്ന് കയറി പ്രസവിച്ചതാണ്. നമ്മൾ നിന്നെ ഉപദ്രവിച്ചിട്ടില്ല. പക്ഷെ നീ നിൻ്റെ കാര്യം നോക്കിക്കോണം കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് 2 ദിവസം കഴിയുമ്പം പോകും. ആരും നോക്കുമെന്ന് അറിയത്തില്ല പാവങ്ങളെ. എന്നാ ചെയ്യണം? കൊണ്ടുപോകാൻ പറ്റിയല്ല. ഞങ്ങൾ ഇവിടുന്ന് 2 ദിവസം കഴിയുമ്പം പോകും. ആരും നോക്കുമെന്ന് അറിയത്തില്ല പാവങ്ങളെ. എന്നാ ചെയ്യണം? കൊണ്ടുപോകാൻ പറ്റിയല്ല. വന്ന് കയറിയ പെണ്ണി പ്രസവിച്ച് 3 കുഞ്ഞുങ്ങൾ. എന്നാ ചെയ്യണം?